ലോകത്തെ വിറപ്പിച്ചിരുന്ന വൻ ശക്തിയായ അമേരിക്കയെയും അവരുടെ കരുത്തുറ്റ സഖ്യകക്ഷിയായ ഇസ്രായേലിനെയും ഇന്ന് പശ്ചിമേഷ്യൻ മണ്ണിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം പതറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു കാലത്ത് തങ്ങൾ പറയുന്നതാണ് ലോകത്തിന്റെ നിയമമെന്ന് വിശ്വസിച്ചിരുന്ന വാഷിംഗ്ടണും ടെൽ അവീവും ഇന്ന് വലിയ തിരിച്ചടികൾ നേരിടുകയാണ്. പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിൽ തിരിച്ചെത്തിയതോടെ കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് അവർ കരുതിയിരുന്നു. എങ്കിലും ആ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇറാനുമായുള്ള നേരിട്ടുള്ള യുദ്ധം ഇസ്രായേലിന്റെ സൈനികവും സാമ്പത്തികവുമായ അടിത്തറയെ പിടിച്ചുലച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇതിനകം തന്നെ രാജ്യത്ത് പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ നീട്ടാൻ ഭരണകൂടം നിർബന്ധിതമായിരിക്കുന്നു എന്നത് ഇസ്രായേൽ അനുഭവിക്കുന്ന ഭയത്തിന്റെ ആഴമാണ് വ്യക്തമാക്കുന്നത്. ഏപ്രിൽ പകുതി വരെ അടിയന്തരാവസ്ഥ നീട്ടിയത് വെറുമൊരു ഔദ്യോഗിക നടപടി അല്ല, മറിച്ച് ശത്രുവിന്റെ മിസൈലുകൾ തങ്ങളുടെ പ്രതിരോധ കവചങ്ങളെ ഭേദിക്കുന്നു എന്ന തിരിച്ചറിവിൽ നിന്നുള്ള പരിഭ്രാന്തിയാണ്. ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിന്റെ സുരക്ഷിത താവളങ്ങളിൽ വരെ ചെന്നെത്തുന്നത് ലോകം അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം അമേരിക്കയുടെ പരാജയമാണ്. നിരുപാധിക കീഴടങ്ങൽ എന്ന പഴയ പല്ലവി ഉപേക്ഷിച്ച് ചർച്ചകൾക്കായി അമേരിക്ക തയ്യാറാവുന്നു എന്നത് അവരുടെ സൈനികമായ പരാജയത്തിന്റെ പരസ്യമായ കുറ്റസമ്മതമാണ്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി പരിഹസിക്കുന്നത് പോലെ ലോകത്തെ ഭീഷണിപ്പെടുത്തിയിരുന്ന അമേരിക്ക ഇന്ന് സൗഹൃദ രാജ്യങ്ങൾ വഴി ഇറാനിലേക്ക് രഹസ്യ സന്ദേശങ്ങൾ അയച്ച് അനുരഞ്ജനത്തിന് ശ്രമിക്കുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ കാലുപിടിക്കൽ. ഇതിനെ ഔദ്യോഗിക ചർച്ചകൾ എന്ന് വിളിക്കാൻ പോലും ഇറാൻ തയ്യാറാകുന്നില്ല. വെറും സന്ദേശ കൈമാറ്റം മാത്രമാണ് ഇത് എന്നാണ് അവരുടെ നിലപാട്. ട്രംപിന്റെ നയതന്ത്ര പരാജയങ്ങൾ ഇറാൻ കൃത്യമായി മുതലെടുത്തിരിക്കുന്നു എന്ന് വേണം പറയാൻ. അമേരിക്കയേക്കാൾ വലിയൊരു മേൽക്കൈ ഇന്ന് ഇറാൻ നേടി എന്നും ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയായ MI6 പോലും സമ്മതിക്കുന്നു എന്നത് ഗൗരവകരമായ കാര്യമാണ്. മേഖലയിൽ അമേരിക്കയുടെ നിയന്ത്രണം കൈവിട്ടു പോയിരിക്കുന്നു എന്നാണ് ലോകം വിലയിരുത്തുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സ്വന്തം സൈന്യം തന്നെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന ആരോപണം അമേരിക്കയുടെ ആഭ്യന്തര തകർച്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. യുദ്ധത്തിലെ യഥാർത്ഥ വിവരങ്ങൾ മറച്ചുവെച്ച് സൈനിക വിജയത്തിന്റെ എഡിറ്റ് ചെയ്ത ദൃശ്യങ്ങൾ മാത്രം കാണിച്ച് ട്രംപിനെ വിശ്വസിപ്പിക്കാനാണ് പെന്റഗൺ ശ്രമിക്കുന്നത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് അമേരിക്കയുടെ ഭരണകൂടത്തിനുള്ളിലെ പാളിച്ചകളാണ്. ലോകത്തെ ഏറ്റവും വലിയ ചാര സംഘടനകളും ആധുനിക ആയുധങ്ങളും ഉണ്ടായിട്ടും ഇറാന്റെ ആത്മവിശ്വാസത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അമേരിക്കക്ക് സാധിക്കുന്നില്ല. ഇന്ധന വിപണിയിൽ ഇറാൻ പുലർത്തുന്ന സ്വാധീനവും ആഗോളതലത്തിൽ അവർ സൃഷ്ടിക്കുന്ന സാമ്പത്തിക സമ്മർദ്ദവും ട്രംപിന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു രാഷ്ട്രീയ യുദ്ധമായിരിക്കാം, എന്നാൽ ഇറാന് ഇത് നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ്. ഈ വ്യത്യാസമാണ് ഇറാൻ സൈനികമായ കരുത്തിനേക്കാൾ വലിയ ആത്മവിശ്വാസം നൽകുന്നത്. ലോകത്തെ വിറപ്പിച്ചിരുന്ന വൻ ശക്തിയായ അമേരിക്കയും അവരുടെ കരുത്തുറ്റ സഖ്യകക്ഷിയായ ഇസ്രായേലും ഇന്ന് പശ്ചിമേഷ്യൻ മണ്ണിൽ മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിൽ ഇങ്ങനെ പതറുന്നത് ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ കാണുന്നതും. എന്തായാലും ഒരു പരമോന്നത നേതാവിനെ ഇല്ലാതാക്കിക്കൊണ്ട് അവിടെ അമേരിക്ക വിചാരിച്ച ഒരു ഭരണകൂടത്തെ സ്ഥാപിക്കാമെന്ന് കരുതി എല്ലാ ഉന്നവും തെറ്റി പാളീസാകുമ്പോൾ വരാനിരിക്കുന്ന ഇലക്ഷന് ട്രംപിന് മുന്നിൽ ഇനി 3-4 മാസങ്ങൾ മാത്രമാണ്. അവിടെ എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിച്ച് അമേരിക്കയുടെ തെരഞ്ഞെടുപ്പിലേക്ക് പോകണമെന്ന് ട്രംപ് ആഗ്രഹിക്കുമ്പോൾ പോലും നടക്കില്ല എന്ന് ഇറാൻ പറയുന്നിടത്തേക്ക് വീണ്ടും കൈകൂപ്പി നിൽക്കേണ്ട അവസ്ഥയാണ് ട്രംപിന് വന്നു ചേർന്നിരിക്കുന്നത്.